നമ്മുടെ ഫ്രണ്ട് ഫോക്സ് കംപ്ലീറ്റ് അഴിച്ച് ഡിസ്പാൻഡ് ചെയ്ത് പിൻ ടു പിൻ അത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് നമ്മൾ വേറൊരു ബൈക്കിൽ ചെയ്തതാണ്. ഈ ഒരു രീതിയിലാണ് എന്തെങ്കിലും ചെയ്തത്, പക്ഷെ ഞാനന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തൊരു കാര്യത്തിൽ നമ്മൾ ഫോക്സ് അഴിച്ചാലും നമ്മൾ അതിന്റെ ഓയിൽ സീലും കൂടെ മാറ്റി വിടാൻ ശ്രദ്ധിക്കുക. അത് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ പോലും നമ്മളത് മാറ്റി വിടുന്നതായിരിക്കും നല്ലത്. R15 ഫോക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഈ കാണുന്ന ഓയിൽ നമ്മുടെ വേർഷൻ 3 വരുന്ന ടൈപ്പ് ഓയിലാണ്. ഈ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്ന ബൈക്സിന് യൂസ് ചെയ്യേണ്ട ഓയിലാണ് ഈ കാണുന്നത്. ഈ ഓയിൽ ഒരിക്കലും നമ്മുടെ R5 വേർഷൻ 4 അതായത് നമ്മുടെ USB ഫോക്സ് വരുന്ന ബൈക്സിന് ഈ ഓയിൽ വാങ്ങിച്ച് നിങ്ങൾ ഒഴിക്കാതിരിക്കുക. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഓയിലാണ് യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുക. ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കാര്യം ബൈക്ക് അത്രത്തോളം ഫീൽ ചെയ്ത് എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അല്ല നമുക്കിത് എങ്ങനെ ഓടിയാൽ മതി എന്നുള്ളവർക്ക് യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് ഓയിൽ. പക്ഷെ അല്ല, നമുക്ക് ഈ ഒരു യൂസ് ഫോക്സിന്റെ പക്ക ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ കാണിക്കുന്ന ഈ ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഈ കാണുന്ന യമഹയുടെ സസ്പെൻഷൻ ഓയിലാണ് അതായത് USB ഫോക്സ് വേണം R5 MT-ക്കായാലും യൂസ് ചെയ്യേണ്ടത്. ഇതിന്റെ പാർട്ട് നമ്പർ ഞാൻ ഇവിടെ കാണിച്ചതാണ്. ഈ കാണുന്നതിന്റെ പാർട്ട് നമ്പർ. ഇത് കുറച്ച് വില കൂടുതലാണ്, പക്ഷെ ഇത് ഉപയോഗിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിൽ നല്ല വേരിയേഷൻ വരും. പ്രോപ്പർ പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ 2 ഫോക്സിലും 2 അളവാണ് ഓയിലിന്. അപ്പൊ അത് കറക്റ്റ് അറിയാവുന്നവരെ തന്നെ കൊടുത്ത് കറക്റ്റ് ചേഞ്ച് ചെയ്യുക. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്റെ ഫോക്സ് ഒക്കെ ഒരു പാറക്കല്ല് ഫീൽ ആയിരുന്നു. പക്ക ഫീലാണ്. നമുക്ക് കോർണർ ചെയ്യാനാണ് ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് ഇന്ന് കിട്ടുക. ആൻഡ് ഓൾസോ ഫ്രണ്ട് ടയറും നല്ലതായിരിക്കും. ഞാനിപ്പോ ആദ്യം കാണിച്ച ഈ ഒരു നോർമൽ ഓയിലാണ് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫീഡ്ബാക്ക് കുറവായിരിക്കും. ഫ്രണ്ട് ഫോക്സ് എന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് കുറവായിരിക്കും. പിന്നെ ഇതിനകത്തുള്ള ഒരു സ്ലഡ് ഫോർമേഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു 15,000-20,000 കിലോമീറ്ററിലാവുമല്ലോ നമ്മളിത് ഒന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ആ ഓയിൽ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫോർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ഡിസ്മാൻഡ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്ത് ഓയിൽ ഫില്ല് ചെയ്തത്. അപ്പം ഈ നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എഞ്ചിന് നമ്മൾ ജസ്റ്റ് ഡ്രെയിൻ നട്ട് മാറിയിട്ട് നമ്മൾ വീണ്ടും ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾറെഡി കുറച്ച് ഓയിൽ ഡ്രെയിൻ ചെയ്താലും ബാക്കിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോക്സിനകത്തും കുറച്ച് ഓയിൽ ബാക്കിയുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു പാറക്കല്ല് ഫീൽ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അത്രത്തോളം ഫീഡ്ബാക്ക് ഇല്ല. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഓയിൽ മാറ്റിയിട്ടാണ് പുതിയത് ഒഴിച്ചത്. അപ്പൊ കുറച്ചും കൂടി ഇതിനകത്ത് റീഫിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇനി അടുത്ത സർവീസ് സമയത്ത് ഇതിനെ കുറച്ചും ഒന്ന് ടോപ്പ് ചെയ്യാം, ടോപ്പ് സെറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. ഈ ഓയിൽ ഡെഫിനറ്റ്ലി വില കൂടുതലാണ്. അപ്പോൾ അത്രത്തോളം എൻജോയ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു പെർഫോമൻസ് അറിയണമെന്നുള്ളവർ ഈ ഒരു ഓയിൽ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.